കാഴ്ചയാണ് ഈ കാണുന്നത്. രാവിലെ ഉണ്ടോ. ഇനിയിപ്പം ചെടിയെല്ലാം റീപോർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ചട്ടിയിൽ നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചാലേ ചെറിയ തൈകൾ പെട്ടെന്ന് കിളിച്ച് വരത്തുള്ളൂ. അപ്പം കുറച്ച് ചെടികൾ തീർന്നു പോയി. അപ്പം നമ്മൾ അതിന് വേണ്ടി ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, മണ്ണ്, പിന്നെ മണ്ണിന് ഇച്ചിരി പശയുള്ള മണ്ണാണ് നേഴ്സറിയിലെ, അപ്പോൾ ഇളക്കം കിട്ടാൻ ഇച്ചിരി ചകിരിച്ചോറും കൂടി ഇട്ട്, അപ്പോൾ ഇത്രയും ഇട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യും. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചട്ടികളിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുക്കും. അതിനുശേഷം കണ്ടോ, നമ്മൾ സെയിൽ ചെയ്യുന്ന അതേ പ്ലാന്റ്, അതുപോലത്തെ പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഇതുപോലെ വേണം പോട്ട് ചെയ്യാൻ. ഈ കവറ് മാറ്റിയിട്ട് അതിലത്തെ ആ മണ്ണ്, ക്ലേ മണ്ണ് കളയാതെ ഇതുപോലെ വെച്ച് പോട്ടി മിക്സ് നിറച്ചാണ് ഈ ചെടികൾ ഇതുപോലെ നട്ട് മാറ്റുന്നത്. ഇങ്ങനെ നട്ട് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേന് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. നമ്മൾ ഈ ചെടികൾ ചട്ടിയിലോട്ട് മാറ്റി കഴിയുമ്പം ഈ കവറിൽ കിട്ടിയ റേറ്റ് ആവില്ല കേട്ടോ. ഈ ചട്ടിയിൽ കിട്ടി നട്ട് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ചട്ടിയിലെ ചെടികൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ഇത് റീപോർട്ട് ചെയ്യുമ്പോഴത്തേനും ചെടികൾക്ക് നല്ല മാറ്റം ഉണ്ടാവും, പെട്ടെന്ന് ഫ്ലവറും ചെയ്യും. നമ്മൾ ചട്ടിയിൽ മാറ്റി ഒക്കെ കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിയുമ്പോഴത്തേനും ചെടികളുടെ മാറ്റം കാണിക്കാം. കണ്ടോ, ഇതുപോലെ ചെടികൾ മാറി നിറഞ്ഞു പൂക്കും. ഇനി ഈ സ്റ്റേജ് ആയി കഴിയുമ്പം നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റിനും വ്യത്യാസം വരും. അപ്പം ഈ പോട്ടി മിക്സ് ഇങ്ങനെ തയ്യാറാക്കി വേണം ചെടികൾ ബോഗൺവില്ല വാങ്ങുന്നവർ നടാൻ.